നമസ്കാരം. ഹാർട്ടി വെൽക്കം ടു അവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസ്. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പല വഴികളിലൂടെ സഞ്ചരിക്കുകയും അതിൽ വിജയിക്കണമെന്ന ആഗ്രഹവും നമുക്കുണ്ടാകുന്നു. പക്ഷേ ചില വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കാം, ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന്. അതിനായി നമ്മൾ ചിലവരെ സമീപിക്കുകയും അവരിൽ നിന്ന് ഉപദേശം നേടുകയും ചെയ്യുന്നു. ചില പ്രോഗ്രാമിലൂടെ, ചില വ്യക്തിയിലൂടെ നമ്മൾ ഇതിനുള്ള ഉപായം തേടുന്നു. അവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസ് എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ക്രോധത്തെക്കുറിച്ച്. അതിനായി ബ്രഹ്മകുമാരി സിസ്റ്റർ മീന നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്നെ അനുഭവമുണ്ട്, ഒരു ദിവസം തന്നെ നമ്മൾ ഒരു 4-5 പ്രാവശ്യം ഒരാളോട് ദേഷ്യപ്പെടും. അതായത് നമ്മൾ വിചാരിക്കും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുകയാണ്. അത് എന്തുകൊണ്ട് നമുക്കറിയാം, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്, ദേഷ്യപ്പെടാൻ പാടില്ല. അത് ദേഷ്യപ്പെടുന്ന ആൾക്കും അതുപോലെ അത് എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് അയാൾക്കും ഒരുപാട് മോശമായിട്ടുള്ള അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഹൗ ക്യാൻ വി ഓവർകം ദിസ് ആങ്കർ? പാർവതി പറഞ്ഞല്ലോ, ദേഷ്യപ്പെടാൻ പാടില്ല, അത് നമുക്കറിയാം. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എനിക്കൊരു ദിവസം പല പ്രാവശ്യം ദേഷ്യപ്പെടേണ്ടി വരുന്നു. ഫസ്റ്റ് അതാണല്ലോ പറഞ്ഞത്. അപ്പോ എനിക്കൊരു ദിവസത്തിൽ പലതവണ ഒരാളോട് തന്നെ പലതവണ ദേഷ്യപ്പെടേണ്ടി വരുന്നു. അത് നമ്മുടെ ഉള്ളിലെ ഒരു മാന്യതയാണ്. ആ ബിലീഫ് സിസ്റ്റത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വിശ്വാസ പ്രമാണം അതാണ്. അതായത് എനിക്ക് ജീവിതത്തില് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതിനിടയിൽ പലരും 4-5 തവണയെങ്കിലും ദേഷ്യപ്പെടണം എന്നുള്ളൊരു ബിലീഫ്, അത് നമ്മുടെ ഉള്ളില് ആ ധാരണ നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതായത് ദേഷ്യപ്പെട്ടാലേ നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയുള്ളൂ. ഒരു ദിവസത്തെ പലതവണ എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരും, എങ്കിലേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ ധാരണ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ധാരണയിലാണ് മാറ്റം കൊണ്ടുവരണ്ടേ. കാരണം ഇത് ശരിയായ ധാരണയല്ല, മറിച്ച് തെറ്റായ ഒരു ധാരണയാണ്. അതായത് ജീവിക്കാൻ ദേഷ്യപ്പെട്ടേ മതിയാകുള്ളൂ. അപ്പൊ ആ തെറ്റായ ധാരണയെ, തെറ്റിദ്ധാരണയെ ആദ്യം നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണ വെച്ചാൽ നമ്മുടെ ഉള്ളില് ആ തോട്ട് ഫൗണ്ടേഷനിൽ പക്കയായിട്ടിരിക്കുകയാണ്. എന്റെ തോട്ടെ ഞാൻ പക്കയാക്കി വെച്ചിരിക്കുക. കാരണം തോട്ട്സ് ജനറേറ്റ് ആകുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ആധാരത്തിലാണ്, അല്ലെ? അപ്പൊ ഒന്ന് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, മറ്റൊന്ന് ബിലീഫ് സിസ്റ്റം, നമ്മുടെ വിശ്വാസങ്ങള്, എന്തെല്ലാം മുൻവിധികളിലാണ് നമ്മൾ ജീവിച്ചത്. അതൊരു മുൻവിധിയാണ് നമ്മുടെ, ദേഷ്യപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോ ആ രീതിയിൽ നമ്മൾ ജീവിച്ചു വന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പാർവതി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞില്ലേ, 5-6 പ്രാവശ്യം ദേഷ്യപ്പെടേണ്ടി വരും. മീൻസ് അതെന്റെ ബിലീഫ് സിസ്റ്റമാണ്. അത് ഞാൻ എന്റെ ഉള്ളിൽ പക്കയാക്കി വെച്ചിരിക്കുകയാണ്, ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇത്രയും ഊട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഉള്ളിലെ ആ ധാരണ, ആ മാന്യതയ്ക്ക്, ആ ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് വരാത്തിടത്തോളം കാലം എനിക്ക് ഉള്ളില് ക്രോധത്തെ ജയിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ തെറ്റായ ധാരണകളിലെ മാറ്റം കൊണ്ടുവരണം. ആ ധാരണകളിലെ മാറ്റം വരുമ്പോൾ മാത്രമേ നമുക്ക് ക്രോധത്തെ അതിജീവിക്കാൻ. ഈ ബിലീഫ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ മുൻപിലെ വല്ല ഇൻജസ്റ്റിസ്, അന്യായം നടക്കുകയാണെങ്കിൽ നമ്മളതിനെ എങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്യണം. ആ റിയാക്ട് ചെയ്യുന്നത് ക്രോധത്തിലൂടെ മാത്രമേ പറ്റൂ എന്നുള്ള ഒരു ബിലീഫ് ആളുകളുടെ ഇടയിലുണ്ട്. നമുക്ക് അന്യായം കാണുന്ന സമയത്ത് ഒന്ന് റിയാക്ട് ചെയ്യാം, മറ്റൊന്ന് റെസ്പോണ്ട് ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ്. റിയാക്ട് ചെയ്യുകയും ചെയ്യാം, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷെ രണ്ട് ആക്ഷനാണ്. ഇപ്പൊ ഒരു കാര്യത്തെ പ്രതി എനിക്ക് റെസ്പോണ്ട് ചെയ്യാം, പക്ഷെ റിയാക്ട് ചെയ്യണമെന്നില്ല. അത് നമ്മുടെ ചോയ്സാ. നമുക്ക് രണ്ട് ചോയ്സും നമുക്കുണ്ട്. കാരണം റെസ്പോണ്ട് ചെയ്യുക അർത്ഥം എന്താണ്? ഒരു കാര്യത്തെ മനസ്സിലാക്കി, ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം, അത് റെസ്പോണ്ട് ചെയ്യാൻ. പക്ഷെ റിയാക്ട് ചെയ്യുക അർത്ഥം എന്താണ്? എനിക്ക് എന്ത് വരുന്നു അത് പ്രകടിപ്പിക്കുക. അപ്പൊ ആ പ്രകടനം വേറെ, റെസ്പോണ്ട് റിയാക്ട് ചെയ്യുന്നത് വേറെ, റെസ്പോണ്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്ക്, റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്നത്, പിന്നെ പശ്ചാത്തപിക്കേണ്ടി വരും. റിയാക്ട് ചെയ്യുന്നതിൽ നമുക്ക് നമ്മുടെ ചിന്ത, ഇപ്പൊ സാധാരണ നമ്മൾ പറയില്ലേ, ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. പക്ഷെ ഈ 3 സ്റ്റെപ്പ് റിയാക്ട് ചെയ്യുന്നിടത്ത് വരില്ല. റിയാക്ട് ചെയ്യുന്നതിൽ ഈ 3 പ്രോസസ്സ് വരില്ല. ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക, ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് ഏതിലേ വരുള്ളൂ? റെസ്പോണ്ട് ചെയ്യുന്നതിലാണ് വരുന്നത്. അപ്പൊ അതിൽ ആദ്യം വരുന്നത് ചിന്തിക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? ആദ്യം ചെയ്യും,
ചെയ്തതിന് ശേഷം മനസ്സിലാവും, മനസ്സിലാവും, പശ്ചാത്തപിക്കാം. ശരിയാ. അപ്പൊ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെയ്തതിന് ശേഷം മനസ്സിലായി, മനസ്സിലായതിനു ശേഷം പിന്നെ ചിന്തിക്കും, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ, ശരിയായിരുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണത്. പിന്നീട് റിഗ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കും അയ്യോ അത് ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷെ എന്താ ചെയ്യുക, ദേഷ്യം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ് വരുന്നത്. അത് ആ പ്രോസസ്സിംഗിൽ തന്നെ എന്താ സംഭവിച്ചേ, നമ്മൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം ചെയ്തതിന് ശേഷം മനസ്സിലായിട്ട് പിന്നെ ചിന്തിക്കണം. അപ്പൊ എന്തായി, നേരെ തലകീഴായി. സ്ട്രെയിറ്റ് പോകുന്നതിന് വരെ നേരെ തലകീഴായിട്ട് ആ ഉൾട്ടാ രാസ്ത എന്ന് പറയില്ല, തലകീഴായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ലൈഫില് ഇപ്പോ എല്ലാവരും വളരെ കോൾ സെന്റേഴ്സില്, അതുമാതിരി തന്നെ വലിയ വലിയ ഓർഗനൈസേഷനിലെ ബോസും സബോർഡിനേറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു സബോർഡിനേറ്റും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ലേ, ബോസ് ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടേംസിലാണെന്ന്. കാരണം അവരുടെ ഓരോരോ വർക്ക്, അതായത് ബോസ് ഓരോ വർക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഭയം കൊണ്ട് അവർ ചിലപ്പോൾ തെറ്റിച്ചു എന്ന് വരാം. അപ്പൊ ഒരിക്കലും ബോസ് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ബോസ് എന്ന് പറയുമ്പോൾ ആ ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അവർക്ക് ഓർമ്മ വരുന്നത്. ഇത് അങ്ങനെ അപ്പൊ ഒരുപാട് സബോർഡിനേറ്റ്സ് ഇങ്ങനെ വിഷമം പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് സബോർഡിനേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യൂ ചേഞ്ച് ചെയ്യണോ, അതോ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റാണോ, അതെങ്ങനെയാ? അപ്പൊ ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ ആക്ഷന് മുൻപ് ആദ്യം നടക്കുന്ന നമ്മുടെ തോട്ടാണ്. തോട്ട് പിന്നീട് ആക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ തോട്ട് പ്രോസസ്സിലാണ് നമുക്ക് ചേഞ്ച് എവിടെയാണെങ്കിലും കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ബോസ് കൂടെ വർക്ക് ചെയ്യണവര്, ഇപ്പോ ബോസ് എന്തുകൊണ്ട് ബോസിനെ ഓർമ്മിക്കുമ്പോ ദേഷ്യപ്പെട്ട മുഖം തന്നെ നമുക്ക് ഓർമ്മ വരുന്ന അർത്ഥം എന്താണ്, ബോസിന് തന്റെ ടാർജറ്റ് അറ്റൈൻ ചെയ്യണം. അപ്പൊ ആ ടാർജറ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് തന്റെ താഴെയുള്ളവരെ കൊണ്ട് എങ്ങനെയാണ് അവരുടെ ടെൻഷൻ പാസ് ചെയ്യണം. അതെ, അവർക്ക് ആ ടാർജറ്റ് നേടിയെടുക്കണം. അപ്പൊ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ഇവരുടെ മേലെ ചെലുത്തും, താഴെ വർക്ക് ചെയ്യുന്നവരുടെ മേലെ. അപ്പോ നമുക്ക് രണ്ടു തരത്തിലും അവിടെ വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്നുകിൽ നമ്മൾ അവരുടെ മേലെ പ്രഷറൈസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തോടു കൂടിയും ചെയ്യിപ്പിക്കാം. അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ ചോയ്സ് ആണ്, രണ്ട് ചോയ്സ് ഉണ്ട്. നമുക്ക് രണ്ടു തരത്തിലും ചെയ്യിപ്പിക്കാം. അതില് ആ ചോയ്സിൽ ഏത് ഞാൻ ചൂസ് ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് മുന്നിൽ ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ ഒരു വരദാനമാണ് ചോയ്സ്. മനുഷ്യന് മാത്രമേ ചോയ്സ് ഉള്ളൂ, മറ്റാർക്കും തന്നെ ചോയ്സ് ഇല്ല. അപ്പോ ഞാൻ ബോസാണ്, എന്റെ താഴെയുള്ളവര് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ ഞാൻ ഹ്യൂമൻ ബീയിങ് ആയിരിക്കുന്നത് പോലെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് എല്ലാവരും ആര് തന്നെ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് നമ്മള്, ഹ്യൂമൻ ഡൂയിങ്സ് അല്ല, മെഷീൻസ് അല്ലല്ലോ. അപ്പൊ മെഷീൻ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഏത് ബട്ടൺ അമർത്തുന്നോ അതിന് ഒരു സ്ഥിരം റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതേസമയം നമ്മള് മനുഷ്യരാകുന്ന സമയത്ത് നമുക്ക് മുന്നിൽ ചോയ്സ് ഉണ്ട്, നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് പക്ഷെ ഇവിടെയും എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റായ ചില ധാരണകള് അതാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഞാനൊരു ബോസായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ലീഡറായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ എന്താണ്, കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ, എന്നാലും ഇവര് പണിയെടുക്കുള്ളൂ. അല്ലാതെ ഞാൻ സ്നേഹമായിട്ടിരുന്നു കഴിഞ്ഞാല് ഇവര് കാര്യം നടക്കില്ല. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ദേഷ്യപ്പെടണം. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ ദേഷ്യപ്പെടണം. അത് വിശ്വാസം, ആ ഒരു ധാരണ അത് നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുകയാണ്. എഗൈൻസി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദേഷ്യപ്പെട്ടാലേ കാര്യം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഈ അതോറിറ്റിയും ആങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്. ഞാൻ കുറച്ച് മേൽക്കോയ്മ കാണിച്ച് ഇത്തിരി അധികാരത്തോടെ ഞാൻ ദേഷ്യപ്പെട്ട പറഞ്ഞാൽ മാത്രമേ എന്റെ താഴെയുള്ളവര് നല്ലോണം അത് ഇത്തിരി പേടിച്ചിട്ട് ചെയ്യുള്ളൂ, ഇത്തിരി ഉത്തരവാദിത്തത്തോടെ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ബിലീഫാണ് അവിടെ. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളില് ആ ധാരണ നമ്മളുടെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചേക്ക്. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ, അല്ലെങ്കിൽ പണി മുന്നോട്ട് നീങ്ങില്ല, കാര്യം നടക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ തെറ്റായ ധാരണയെ തിരുത്താൻ തയ്യാറാകണം. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ പ്രേക്ഷകരിലും പലർക്ക് തോന്നുന്നുണ്ടാവില്ല, സിസ്റ്റർ അങ്ങനെയൊന്നും നമ്മൾ ദേഷ്യപ്പെടാതെ കാര്യമൊന്നും നടത്താൻ പറ്റില്ല, ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ, ദേഷ്യപ്പെടാതെ ഒരു കാര്യം നടത്തിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തില് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് എഗെയിൻ അടുത്ത തെറ്റായ ധാരണ. ഇന്നത്തെ കാലഘട്ടത്തില് കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ
ദേഷ്യപ്പെട്ടേ. ഇപ്പൊ പേരൻസ് ഒക്കെ പറയാറുണ്ട് തന്നെ മക്കള് നല്ലപോലെ പഠിച്ച് നല്ല ജോലി വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലോണം അടിച്ച് പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പഠിച്ച് മുന്നേറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബിലീഫ് അല്ലെ സിസ്റ്റർ പറഞ്ഞ പോലെ. അതായത് നമ്മളിപ്പോ പറഞ്ഞു വന്നത് ആദ്യം ഈ ജോലി ബോസും താഴെയുള്ള വർക്കേഴ്സും തമ്മിലുള്ള കാര്യമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ഈ തെറ്റായ ധാരണ, അതായത് നമ്മള് ദേഷ്യപ്പെട്ടാലേ ജോലി നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണിയെടുപ്പിക്കണമെങ്കിൽ ദേഷ്യപ്പെടാതെ നടക്കില്ല. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളെ ആദ്യം നമ്മൾ തിരുത്തണം. കാരണം എന്തുകൊണ്ടെന്നാൽ ഈ ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം, ഈ മുൻവിധികളിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതിനനുസരിച്ച തോട്ട് എന്റെ മനസ്സിൽ നിന്ന് വരും, അതിനനുസരിച്ചുള്ള വേർഡ്സ് എന്റെ അടുത്ത് നിന്ന് വരുള്ളൂ, അതിനനുസരിച്ചുള്ള ആക്ഷനെ, പെർഫോമൻസ്, ബിഹേവിയറെ എന്നിൽ നിന്ന് വരുള്ളൂ. മീൻസ് എഗെയിൻ അതാ സംഭവിക്കണം. ആ വിശ്വാസ പ്രമാണങ്ങളുടെ ആധാരത്തിലുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ് ഞാൻ ബോസായിരിക്കുമ്പോൾ ഞാൻ എന്റെ കൂടെയുള്ളവരോട് കാണിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറ്റം വീണ്ടും നമ്മുടെ ഉള്ളില്, അതുകൊണ്ട് ആ തെറ്റായ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആ ധാരണകളെ തിരുത്താനുള്ള യഥാർത്ഥമായ ജ്ഞാനം, യഥാർത്ഥമായ തിരിച്ചറിവ്, ശരിയായ വഴി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ മാത്രമേ ആ ധാരണകളിൽ പരിവർത്തനം കൊണ്ടുവരാൻ പറ്റും. കാരണം ശരിയായ ധാരണകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മുടെ തെറ്റിദ്ധാരണകൾ തിരുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ആ മുൻവിധികളിൽ നിന്ന് പരിവർത്തനം നമ്മൾ കൊണ്ടുവരാത്തിടത്തോളം കാലം നമുക്ക് നമ്മളിൽ ചേഞ്ച് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അതായത് നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാല് സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അവര് മുതലെടുത്താലോ, എഗെയിൻ അടുത്ത ഒരു ധാരണ അതാണ് നമ്മുടെ. അത് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇല്ല, നമ്മൾ സ്നേഹമായിട്ട് ഞാൻ ബോസായിരിക്കാണ്, അഡ്വാൻറ്റേജ് എടുത്താലോ ഞാൻ സ്നേഹത്തോടെ പെരുമാറി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വിചാരം അല്ല, സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ ദേഷ്യപ്പെടുമ്പോൾ നടക്കുന്നത് പോലെയുള്ള വർക്കുകൾ എന്തായാലും സ്നേഹത്തിൽ അത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലായി ഒരു പക്ഷേ ആ ധാരണ ശരിയല്ലെന്ന് ചോദിച്ചാൽ ഒരു 0.1% ഒക്കെ ഒരു പക്ഷേ ആൾക്കാരെ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തെന്ന് വരാം, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം. പക്ഷെ സംഭവിക്കണമെന്ന് ചോദിച്ചാല് നമ്മൾ ദേഷ്യപ്പെട്ട കാര്യങ്ങള് ആൾക്കാരെ ചീത്ത പറഞ്ഞ് തല്ലി വേദനിപ്പിച്ച് മേലെ മേലെ പ്രഷർ ചെയ്ത് ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോൾ നമ്മുടെ കാര്യം ചിലപ്പോൾ നടക്കണുണ്ടോ, ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ എഗെയിൻ സംഭവിക്കുന്നത് എന്താണ്, ആ ടാർഗറ്റ് നമ്മൾ നേടിയെടുത്തു, അത് ശരിയാണ്, പക്ഷെ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു ഗ്യാപ്പ് വരും. അപ്പൊ ഓരോ തവണയും എന്താ സംഭവിക്കണേ, ഈ ബന്ധങ്ങൾ ഓരോ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന ഈ വഴികള് പ്രഷർ ചെയ്തും മോശമായ വാക്കുകൾ പറഞ്ഞും പെരുമാറിയും അവരുടെ മേലെ നമ്മൾ കൂടുതൽ ഈ രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടും ആ രീതിയിലുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ വ്യക്തിബന്ധങ്ങള്, ആ ടീമിൽ ഉണ്ടായിരിക്കേണ്ട ആ ടീം സ്പിരിറ്റ് കുറയും. ആ ടീമിൽ ഉണ്ടായിരിക്കേണ്ട ആ റിലേഷൻഷിപ്പ്, പരസ്പരം ഉണ്ടാകേണ്ട ആ സ്നേഹവും വിശ്വാസവും നമ്മുടെ ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരും. അതാണ് ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബന്ധങ്ങൾ തമ്മിൽ കൂടുതൽ ഗ്യാപ്പ് വരുന്നത്. നിവൃത്തിയില്ലല്ലോ പറഞ്ഞിട്ട് ചെയ്യും, പക്ഷെ സ്നേഹത്തോടുകൂടി ചെയ്യുന്നതിന്റെ അത്ര എഫിഷ്യൻസി നമുക്ക് ദേഷ്യപ്പെട്ട് നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവില്ല. പാർവതിയെ നിന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ പാർവതിയുടെ ബോസ് പാർവതിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ആ ദേഷ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ മാനസികാവസ്ഥ മേ ബി അത് കാര്യം ചെയ്തു കൊടുക്കുമായിരിക്കും. കാരണം ബോസ് പറഞ്ഞല്ലേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യുമ്പോ ആ ഒരു മനസ്സിലെ വിഷമം, ആ ചിന്തകൾ, ആ ഫീലിംഗ്, ആ നെഗറ്റീവ് വൈബ്രേഷൻസ് മേ ബി ആ വർക്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. മേ ബി അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ചിന്തനങ്ങളിലെ ആ വൈബ്രേഷൻ നിന്നാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യണത്. അപ്പോ എന്റെ പാർവതിയുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താണോ, റിയൽ എഫിഷ്യൻസി എത്രയാണോ, ആക്ച്വൽ എഫിഷ്യൻസി നമ്മുടെ അതിന്റെ ചെറിയ പെർസെന്റേജ് മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കുള്ളൂ. കാരണം ആ സമയത്ത് ഭയം, ഇറിറ്റേഷൻ, ആ ഡിസ്റ്റർബൻസ്, ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് ആ ഡിസ്റ്റർബൻസിലൂടെ നമ്മൾ മറ്റുള്ളവരെയും കൂടി അല്ലെ ആ ബോസ് ആ ഇൻഫ്ലുവൻസ് മറ്റുള്ളവരെ നമ്മൾ ദേഷ്യപ്പെടുത്തുക. എന്താ സംഭവിക്കണ വെച്ചാല് ഇപ്പൊ എന്നെ ചീത്ത പറഞ്ഞു ബോസ്, എന്നിട്ട് ആ ദേഷ്യപ്പെട്ടു, ആ ദേഷ്യത്തിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യാന്നിരിക്കട്ടെ, അപ്പൊ ആ സമയത്ത് ഒന്ന് എന്റെ ഉള്ളിലുണ്ടാകുന്ന ഭയം, ഡിസ്റ്റർബൻസ്, അസ്വസ്ഥതകള് അദ്ദേഹത്തെ പ്രതി തിരിച്ചെനിക്കും ദേഷ്യം വരും, ഉണ്ടാവുമല്ലോ. പക്ഷെ കാണിക്കാൻ പറ്റില്ല, ബോസാണ്, അപ്പൊ അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അത് എവിടെ വെക്കും, നമ്മുടെ ഉള്ളിൽ വെക്കും. അപ്പൊ ആ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ കർമ്മം ചെയ്യുന്നത്. അപ്പൊ എന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിനെ കാര്യത്തില് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല.
അതൊന്ന്. രണ്ടാമത് എന്താ സംഭവിക്കണേ, ഇപ്പൊ എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചു, കാരണം എനിക്ക് എന്റെ ബോസിനോട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ വീണ്ടും എന്ത് ചെയ്യും, ഈ പ്രശ്നം കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവാ ജോലി. അപ്പൊ പോയിട്ട് ആരുടെ അടുത്ത് കാണിക്കുക, എനിക്ക് പിന്നെ ഒന്നുകിൽ എന്റെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോട് അല്ലെങ്കിൽ എന്റെ മക്കളോട്, എനിക്ക് താഴെയുള്ളവരോടല്ലേ എനിക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രഷർ, ഈ ടെൻഷൻ എടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോണേ. അപ്പോ ഓഫീസിലെ ഈ പ്രഷർ, ഈ ടെൻഷൻ, എന്തെല്ലാം അസ്വസ്ഥത, ഡിസ്റ്റർബൻസ് ഉള്ളിൽ ഉണ്ടായോ അതെല്ലാം വീട്ടിൽ പോയിട്ട് കാണിക്കും. അതല്ല നമ്മൾ അതിന്റെ ഇടയിൽ യാത്ര ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്യാന്നിരിക്കട്ടെ, വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയുന്ന സമയത്ത്, അതായത് അതുവരെ നമ്മൾ ആരൊക്കെയായിട്ട് വ്യവഹരിക്കുന്നുണ്ടോ അവരുമായിട്ടെല്ലാം പാസ് ഓൺ ചെയ്യണം. നമ്മൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വൈബ്രേഷൻ, കാരണം ഞാൻ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. അപ്പോ എന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നിടത്താണെങ്കിലും അതിന്റെ ഇടയിൽ ഞാൻ ഒരു മാർക്കറ്റിൽ പോയി ഒരു പർച്ചേസിങ് ചെയ്യാണ്, അവിടെ പോകുമ്പോഴാണെങ്കിലും ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോ എന്നെ ദേഷ്യപ്പെടുത്താനും അവര് അനേകരോടൊപ്പമുള്ള എന്റെ ബന്ധങ്ങള് വഷളാകാനും അത് കാരണമായിട്ട് മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലെ. ഈ വിശ്വാസം എന്ന് പറഞ്ഞ പോലെ വേറൊരു കാര്യം ഓർമ്മ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാള് ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ, തിരിച്ച് അതായത് ആദ്യം റിയാക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ, തിരിച്ച് ദേഷ്യത്തോടെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീക്കാണ്, നമ്മൾ വീക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു ബിലീഫ് എല്ലാ സമൂഹത്തിലും, ഇന്നത്തെ സമൂഹത്തിൽ നല്ലോണം ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബിലീഫിനെ, അതായത് അവരുടെ ആ ഒരു മനോഭാവത്തിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എഗെയിൻ ഇതും ഒരു ധാരണ മാത്രമാണ്, മനുഷ്യന്റെ വിശ്വാസമാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ധാരണയാണ്. അപ്പോ നമ്മളുടെ ആ ധാരണ, അതായത് എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാനും തിരിച്ച് ദേഷ്യപ്പെടണം, എന്നെ ഒരു 4 തല്ല് തല്ലുകയാണെങ്കിൽ ഞാൻ തിരിച്ച് 8 തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ മോശക്കാരായിട്ട് കാണുള്ളൂ. ധൈര്യമില്ല എന്നുള്ളൊരു, അതെ അതെ അതെ, ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്, അപ്പൊ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടാണ്, അതെന്റെ വീക്ക്നെസ് ആയിട്ട് ചിത്രം. അതും നമ്മുടെ ധാരണയാണ്, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം, നമ്മുടെ സമൂഹത്തില് നമ്മൾ കലാകലങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം നമ്മുടെ ധാരണയാണ്, വിശ്വാസ പ്രമാണമാണ്. അതാണ് വളരെയധികം തെറ്റായ ധാരണകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേഞ്ച് ആദ്യം നമ്മുടെ ഈ തെറ്റിദ്ധാരണകളിലാണ് കൊണ്ടുവരേണ്ടത്. അതായത് എന്നോട് ദേഷ്യപ്പെടുന്ന ആളോട് ഞാൻ ദേഷ്യപ്പെട്ടാലേ എനിക്ക് കാര്യം നടക്കുള്ളൂ, അല്ലാതെ എനിക്ക് കാര്യം നേടിയെടുക്കാൻ പറ്റില്ല, നടക്കില്ല. അപ്പൊ അത് ആ ധാരണ ആദ്യം നമ്മൾ മാറ്റണം. അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിലോ, നമ്മളിപ്പോ എന്നോടൊരാൾ ദേഷ്യപ്പെടുകയാണ്, തിരിച്ച് ഞാൻ ആ ആളോട് ദേഷ്യപ്പെടാതെ തന്നെ എനിക്ക്, അതായത് നമ്മുടെ വിചാരമാണ് ഈ ആള്, പാർവതി എന്നോട് ദേഷ്യപ്പെട്ടു, അപ്പൊ ഞാൻ സൈലന്റ് ആയിട്ട് നിന്നു, ദേഷ്യപ്പെട്ട് എന്നോട് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് പോയി, പറഞ്ഞു തീരുന്നതുവരെ ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടില്ല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണേ, കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും എന്ത് വിചാരിക്കും, മറ്റാൾക്കാര് കാണുമ്പോ, ഹോ ഇവരെ ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് നോക്കൂ, ഇവര് മിണ്ടാതിരുന്നു, സൈലന്റ് ആയിട്ടിരുന്നു, അപ്പൊ ഇത് ഇവരുടെ വീക്ക്നെസ്സാ എന്ന് ഞാനാണ് ചിന്തിക്കണേ. ഇങ്ങനെ ആൾക്കാര് വിചാരിക്കണുണ്ടാവും, അത് എന്റെ വിചാരമാണ്. എഗൻസി ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ധാരണയാണ്, അവരങ്ങനെ ചിന്തിക്കണം എന്നില്ല, അവരങ്ങനെ ചിന്തിക്കണം, എനിക്ക് തോന്നുകയാണ്, എന്റെ ഉള്ളിലെ തോന്നലാണ്, അവരങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞാൻ ആ ഓഡിയൻസിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, മീൻസ് ഒരു ഡിറ്റാച്ച് ഒബ്സർവർ ആയിട്ട് ഈ സംഭവത്തെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആ വ്യൂവേഴ്സിൽ നിന്നുകൊണ്ട് അതിലൊരാളായിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, അപ്പൊ ആ സമയത്ത് ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാതെ സൈലന്റ് ആയിട്ട് നിന്നു. ശരി, അത് ആ സമയത്ത് സംഭവം കഴിഞ്ഞു, ആള് പറഞ്ഞിട്ട് പോയി. ആ സമയത്ത് നമ്മൾ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പകരം അതിനുശേഷം ആ ആളുടെ ആ ചൂടെല്ലാം ഒന്ന് മാറി തണുത്തതിന് ശേഷം ഒരു അവസരം നമ്മുടെ മുന്നിൽ വരികയാണ്. ആ സമയത്ത് നമുക്ക് ആളുടെ അടുത്ത് സംസാരിക്കാം. ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. ആ സമയത്ത് നമ്മൾ സംസാരിച്ച ആള് എടുക്കും. അതേസമയം നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാനും തിരിച്ച് 4 അങ്ങോട്ട് മറുപടി പറഞ്ഞു, അതെനിക്ക് തൃപ്തി വരികയാണ്. അപ്പൊ എന്നോട് 4 പറഞ്ഞപ്പോ ഞാൻ 8 പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ ആ സമയത്ത് പറയുന്ന 8 ഒരു ശബ്ദം പോലും എടുക്കാൻ ആ സമയത്തുള്ള അവരുടെ മാനസികാവസ്ഥയ്ക്ക് കഴിയില്ല. അവരുടെ മാനസികാവസ്ഥ അതെ, ബന്ധവും മോശമാകും. പിന്നീട് തമ്മിൽ കാണുന്ന സമയത്ത് ഫേസ് പോലും തരില്ലേ, നമ്മൾ തിരിച്ചു മറുപടി ആ സമയത്ത് പറഞ്ഞു. അവരെടുത്തിട്ടും ഉണ്ടാവില്ല. എനിക്ക് എന്താണോ പറയേണ്ടത് അത് അവർക്ക് എടുക്കാനും കഴിയില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് ആ മാനസികാവസ്ഥയിലല്ല അവര്. അതുകൊണ്ട് ഒരാള് നമ്മളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് തിരിച്ച് എനിക്ക് ദേഷ്യപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് എന്റെ പവറാണ്.
അതെന്റെ വീക്ക്നെസ് അല്ല. കാരണം എന്റെ ഉള്ളില് ശക്തി ഉണ്ടെങ്കിലേ, സഹന ശക്തി ഉണ്ടെങ്കിലേ, ക്ഷമിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലേ എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. അത്ര എന്റെ ഉള്ളില് ക്ഷമയുടെ ബലം വേണം. ക്ഷമ ബലം എന്നല്ലേ പറയാം. അത്രയും സഹൻ ശക്തി വേണം എനിക്ക്. ആ വ്യക്തിയെ, ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം. പവേഴ്സാണ്, അത് നമ്മുടെ പവറാണ്, അത് ശക്തിയല്ല. പക്ഷെ അതിന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് നമ്മുടെ ദുർബലതയാണ്. തിരിച്ചറിവിന്റെ തിരിച്ചറിവ് എഗെയിൻ അതിന് നമുക്ക് ശരിയായ ധാരണകൾ ഇല്ലാത്തതിന്റെ അപാകത. പലതും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, ധരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും. അതെ അതെ അതെ, അതാണ് സംഭവിച്ചത്. നേരത്തെ പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാർവതി, മാതാപിതാക്കള് പേരൻസ് കുട്ടികളിൽ ഒരുപാട് പ്രഷർ വരുമ്പോ, പ്രത്യേകിച്ച് സ്റ്റഡീസിന്റെ കാര്യത്തില്. അതായത് അവിടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പോ, അതായത് ഡിസിപ്ലിന്റെ പേരിൽ ഡിസിപ്ലിൻ കീപ്പ് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടേതായ ദിനചര്യകൾ വളരെ കൃത്യമായിരിക്കണം. പക്ഷെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ലൂസ് ആവുമല്ലോ, ഒബ്വിയസ് ആയിട്ട് ലൂസ് ആവും. ബിക്കോസ് അവരുടെ അത്ര പേരൻസിന്റെ അത്ര മെച്യൂർഡ് സ്റ്റേജിലല്ല. അപ്പൊ പേരൻസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മേ ബി ചിലപ്പോ ഒന്ന് തല്ലിന്നിരിക്കും. അപ്പൊ പരീക്ഷയിലൊക്കെ മാർക്ക് കുറയുമ്പോ അപ്പൊ കുട്ടികൾ വളരെ പേടിച്ച്, ചില മക്കളൊന്നും, ചില കുട്ടികളൊന്നും പേരൻസിന്റെ അടുത്ത് മാർക്ക് പോലും പറയില്ല, പേടിച്ചിട്ട്, തല്ല് പേടിച്ചിട്ട്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ട പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പില് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് ബോസും സബോർഡിനേറ്റ്സ് ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരുന്നു. അതും നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മുടേതായ നമ്മുടെ മനസ്സിലെ ഒരു ധാരണയാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണയാണ്, ഒരു തെറ്റായ ധാരണ. അതായത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ദേഷ്യത്തിലൂടെ മാത്രമേ, അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു മാതാപിതാവിന് തന്റെ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ, തിരുത്താനുള്ള വഴി, അതിൽ നമുക്ക് രണ്ടു തരത്തിൽ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞുള്ള ചോയ്സ് ഉണ്ട്, അഗെയിൻ ചോയ്സ് ഉണ്ട്. അതായത് ഒരു കുട്ടി തെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്നിരിക്കട്ടെ, എന്റെ മകൻ, എന്റെ മകൾ ഒരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അവർക്കേ അറിയാൻ ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റാണ്. ഒരു വ്യക്തിയും ഒരു കുട്ടിയും അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റാണെന്ന് അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. തെറ്റാണെന്ന് തീർച്ചയായിട്ടും അവർക്ക് അറിയുന്നുണ്ട്. അപ്പൊ ആ തെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളില് ആ തെറ്റിനെ കുറിച്ചുള്ള ഫീലിംഗ് ഉണ്ടാവും. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളില് ഭയം ഉണ്ടാവും. പിന്നെ രണ്ടാമത് മാതാപിതാക്കളുടെ മുന്നിൽ അല്ലെങ്കിൽ ടീച്ചറുടെ മുന്നിൽ വരാൻ, ഫേസ് ചെയ്യാനുള്ള ഭയം ഉണ്ടാവും. അപ്പൊ ആ ഭയം, ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ആ ഫീലിംഗ്, ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ഉപദേശിക്കുന്നത് കൊണ്ട്, കുറെ തല്ലുന്നത് കൊണ്ട് ആ സമയത്ത് പ്രയോജനം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ഓൾറെഡി അവർക്കൊരു മുറിവ് പറ്റിയിരിക്കുക. ഇപ്പൊ നമ്മൾ കുട്ടികൾ വഴി നടന്നുപോയി കല്ലിൽ തട്ടി വീണു, കുട്ടി വീണു, കൈകാലം മുറിഞ്ഞു. ആ മുറിഞ്ഞിട്ട് കുട്ടി കരയണ സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് നീ എന്തിനാ ഇത് നോക്കാതെ നടന്നെന്ന് പറഞ്ഞിട്ട് തല്ലൂടെ കൊടുക്കുക അല്ലല്ലോ ആദ്യം ചെയ്യണ്ടേ. ആദ്യം എന്താ വേണ്ടേ? വീണിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? സമാധാനിപ്പിക്കണം. അതായത് ആദ്യം മുറിവിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, മാനസികമായിട്ടും ശാരീരികമായിട്ടും സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അതാണ് വേണ്ടത്. അതിനുശേഷം ആ മുറിവിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുത്തൊരു ആശ്വാസം കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് പറയാം, കറക്ഷൻ പറയാം, നോക്കി നടക്കണം അല്ലെ. അതേപോലെ ഒരു തെറ്റൊരു കുട്ടി ചെയ്തു കഴിയുന്ന സമയത്ത് ആ മാതാപിതാവിന്റെ കടമയാണ് മാനസികമായ കുട്ടിയുടെ ഉള്ളിൽ മുറിവുണ്ടായി കഴിഞ്ഞു. അത് മാർക്ക് കുറയുന്ന സമയത്ത് ഉള്ളിൽ ആ ഫീലിംഗ് ഉണ്ട്, ആ ഫീലിംഗിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർക്ക് വേണ്ടുന്ന ഒരു മോറൽ സപ്പോർട്ടാണ്. ഭയം ഉണ്ടാക്കുന്നതിന് പകരം നമ്മളൊരു മോറൽ സപ്പോർട്ട് കൊടുത്തതിന് ആ സമയത്ത് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ചു കഴിഞ്ഞിട്ട് സമയവും സന്ദർഭം സാഹചര്യം വ്യക്തിയെ നോക്കിയിട്ട് നമുക്ക് സമയം കണ്ടെത്തിയിട്ട് അവർക്ക് നമ്മൾ കറക്ഷൻ കൊടുക്കണം. ആ കറക്ഷൻ അവർക്ക് എടുക്കാൻ പറ്റും. കാരണം ഈ മുറിവ് മനസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഉപദേശം കൊടുത്താലും അത് വെറും ലെക്ചർ മാത്രമേ ആകുള്ളൂ. അവർക്കൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം എടുക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല അവരാ സമയത്ത്. എല്ലാവരും വിശ്വാസം തരപ്പില്ല. ബോസ് സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആയാലും പേരൻസും ചിൽഡ്രൻ, അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുൻവിധികളും മുൻധാരണകളെയും തെറ്റായ ധാരണകളിലും നമുക്കൊരു, കാരണം ഈ തെറ്റായ ധാരണകളിലൂടെ നമ്മൾ പോയിട്ട് ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾ പരാജയപ്പെടുകയല്ലേ ചെയ്യണേ. ഇപ്പൊ കുട്ടികളെ തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപദ്രവിച്ചിട്ടും അല്ലെങ്കിൽ മോശമായ വാക്കുകൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഉപദേശിച്ചിട്ടും എല്ലാം നമ്മൾ ശ്രമിച്ചു നോക്കി. ഇതെല്ലാം നടത്തിയിട്ടും
നമുക്ക് റിസൾട്ട് കൂടുതൽ കൂടുതൽ വെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യണം. ആ സമയത്ത് അവരെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ കുട്ടിയെ കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നടക്കണില്ലല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും എന്താ സംഭവിക്കണേ, അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ പിന്നീട് അവർക്ക് പറയേണ്ട ചില കാര്യം. അപ്പൊ ഇത്രയും കാലം കൊണ്ട് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയില് നമുക്ക് അതിൽ റിസൾട്ട് ഇല്ലാന്ന് കണ്ട എന്തുകൊണ്ട് നമുക്കൊന്ന് അടുത്ത ഓപ്ഷൻ നോക്കിക്കൂടെ? ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്താണ്, അടുത്ത ഓപ്ഷനേ ഇല്ല എന്നുള്ളത്. ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ യൂസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. ഇന്നത്തെ ഡിസ്കഷനിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം നമ്മുടെ തെറ്റായ ധാരണകളാണ്. അത് തന്നെ മാറ്റി കഴിഞ്ഞാൽ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും വലിയൊരു ആശ്വാസമുണ്ടാകും. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. സമീപിക്കേണ്ട കോൺടാക്ട് നമ്പർ 9446820448. ഇമെയിലിലൂടെയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. shivajyoti media@gmail.com.